മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ലാലേട്ടന്റെ സ്ഫടികം സിനിമ കണ്ടവരാണ്. അതിൽ അദ്ദേഹം അഭിനയിച്ച ആടുതോമ എന്നറിയപ്പെടുന്ന തോമസ് ചാക്കോ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്തിൽ അദ്ദേഹം ഒരു റേഡിയോ നിർമ്മിക്കുന്ന സീന് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹം എന്തൊക്കെ കമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ റേഡിയോ നിർമ്മിച്ചതെന്ന് നമ്മൾക്കാർക്കും അറിയില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ഒരു റേഡിയോയുടെ ഒരു ചെറിയൊരു മോഡൽ ഞാൻ നിർമ്മിക്കാൻ പോവുകയാണ്. അന്ന് അദ്ദേഹം എന്തൊക്കെ കമ്പോണന്റുകൾ കൊണ്ടാണോ ആ റേഡിയോ നിർമ്മിച്ചത് അതേ സെയിം മോഡൽ കമ്പോണന്റുകൾ കൊണ്ടാണ് ഞാൻ ഈ റേഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്ഫടികം സിനിമയിൽ ലാലേട്ടൻ റേഡിയോ നിർമ്മിക്കുന്ന സീനുകളിൽ ഒന്നാണിത്. ആ റേഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഞാൻ മാക്സിമം ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു എൽ ബോർഡ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ബോർഡാണ്. ഇതിൻ്റെ ഒരു ഭാഗം റേഡിയോ റിസീവറും ഒരു ഭാഗം ഓഡിയോ ആംപ്ലിഫയറുമാണ്. ഈ ഒരു എൽ ബോർഡ് ഇപ്പോൾ കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയുടെ റിസീവർ സെക്ഷൻ ഞാൻ മറ്റൊരു ബോർഡിൽ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഐ ബോർഡ് എന്ന് വിളിക്കാം. ഈ ഒരു ഐ ബോർഡിൻ്റെ PCB ടോണർ ട്രാൻസ്ഫർ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ബോർഡിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് IFT അഥവാ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. ഇനി വേണ്ട ഒരു ഭാഗമാണ് മീഡിയം വേവ് ആൻറ്റന കോയിൽ. ഇത് ഞാൻ ഒരു പഴയ ഫിലിപ്സ് റേഡിയോയിൽ നിന്ന് റിമൂവ് ചെയ്ത കോയിലാണ്. ഇതിൽ ഒരു കോയിൽ മീഡിയം വേവ് ആൻറ്റന കോയിലും മറ്റൊരു കോയിൽ ഷോർട്ട് വേവ് ആൻറ്റന കോയിലുമാണ്. ഇതെന്ന് പറയുന്നത് മീഡിയം വേവ് ഓസിലേറ്റർ കോയിലാണ്. ഇതും ഞാൻ ആ പഴയ ഫിലിപ്സ് റേഡിയോയിൽ നിന്നും റിമൂവ് ചെയ്ത ഓസിലേറ്റർ കോയിലാണ്. ഇനി വേണ്ട ഒരു ഭാഗമാണ് ഒരു ഓഡിയോ ആംപ്ലിഫയർ. ഇത് ഞാൻ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ബോർഡാണ്. ഇതിപ്പോൾ 6 വോൾട്ടേജിൻ്റെ വോൾട്ടേജ് റെഗുലേറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഈ റേഡിയോയിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് ജൂൾ ഗാങ് കപ്പാസിറ്റർ. ഇതിനെ വേരിയബിൾ കപ്പാസിറ്റർ എന്നും പറയുന്നു. ഈ കപ്പാസിറ്റർ തിരിച്ചാണ് നമുക്ക് ആവശ്യമുള്ള റേഡിയോ സ്റ്റേഷനുകൾ ട്യൂൺ ചെയ്യുന്നത്. ഈ എല്ലാ ബോർഡുകളും അസംബിൾ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ഇതിൽ സ്പീക്കറും വേരിയബിൾ കപ്പാസിറ്ററും വോളിയം കൺട്രോളും സ്വിച്ചും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മെറ്റൽ ഷീറ്റിൻ്റെ മുകളിലാണ് നിങ്ങൾ ഈ റേഡിയോ അസംബിൾ ചെയ്യേണ്ടത്. ഈ മെറ്റൽ ഷീറ്റിനെ ചേസിസ് എന്ന് നമുക്ക് വിളിക്കാം. ഈ റേഡിയോയിൽ ഉണ്ടാകുന്ന മാക്സിമം നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മെറ്റൽ ഷീറ്റിൻ്റെ പുറത്ത് ഇത് അസംബിൾ ചെയ്യുന്നത്. ഈ റേഡിയോയ്ക്ക് പവർ കൊടുക്കാനായി ഞാനൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബാറ്ററിയിൽ പ്രോപ്പറായിട്ട് കണക്ഷൻ കൊടുക്കാൻ ഒരു ബാറ്ററി കണക്ടറും ഞാൻ ഉപയോഗിക്കുന്നു. റേഡിയോ അസംബിൾ ചെയ്യാനായി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു റിബൺ വയറാണ്. ഈ വയർ ഉപയോഗിച്ചുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കണക്ഷൻസ് വേറെ വേറെ തിരിച്ചറിയാൻ സഹായിക്കും. ഇതൊക്കെയാണ് ഈ റേഡിയോ നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഈ മെറ്റൽ ചേസിസിലേക്ക് ഈ റേഡിയോ ബോർഡുകൾ അസംബിൾ ചെയ്യാനായി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഡബിൾ സൈഡഡ് ടേപ്പാണ്. ഇതുപയോഗിച്ചുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ എല്ലാ ഭാഗങ്ങളും ഈ ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒട്ടിച്ചു ചേർക്കുക. ഈ ഒട്ടിച്ചു ചേർക്കുന്ന ബോർഡുകൾ ഈ ചേസിസിൽ നിന്നും അല്പം പൊങ്ങി വേണം ഉറപ്പിക്കാൻ. അതിലെ മറ്റ് കണക്ഷനുകളൊന്നും ഈ ചേസിസിൽ മുട്ടി നിൽക്കാൻ പാടില്ല.
ഈ റേഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐബോർഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സർക്യൂട്ടിൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം വേവ് ആൻറ്റന കോയിലും ഓസിലേറ്റർ കോയിലും ജൂൾ ഗാങ് കപ്പാസിറ്ററും എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു സർക്യൂട്ടാണിത്. മീഡിയം വേവ് ആൻറ്റന കോയിലിൻ്റെയും ഓസിലേറ്റർ കോയിലിൻ്റെയും ജൂൾ ഗാങ് കപ്പാസിറ്ററിൻ്റെയും പിന്നൗട്ടുകളാണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഈ റേഡിയോ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പിന്നൗട്ടുകളൊക്കെ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ വേണം നിങ്ങൾ കണക്ഷൻസ് കൊടുക്കാൻ. ഈ ഒരു റേഡിയോയുടെ വയറിംഗ് ഡയഗ്രാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
ഫ്രണ്ട്സ്, റേഡിയോയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ റേഡിയോ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. വീടിന് പുറത്ത് വെച്ചാണ് ഞാൻ ഈ റേഡിയോ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ പോകുന്നത്. ഇതിലൊരു ടെലിസ്കോപ്പിക് ആൻറ്റന മാത്രമാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ റേഡിയോ വർക്കാവുന്നതാണ്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സ്റ്റേഷൻ തിരുവനന്തപുരം ആകാശവാണി AM റേഡിയോ സ്റ്റേഷനാണ്. 12:30 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന വാർത്തകളാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റേഡിയോയിൽ ഉണ്ടാകുന്ന മാക്സിമം നോയ്സ് കുറയ്ക്കുവാനും പിന്നെ മാക്സിമം ഗെയിൻ കിട്ടുവാനുമാണ് ഈ IFTയുടെ കോറിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപിലും കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ എല്ലാ ദ്വീപുകളിലും ഇന്നു മുതൽ ലോക്ക്ഡൌണിൽ ഇളവുകൾ അനുവദിച്ചു. വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള കർഫ്യൂവും ശനി ഞായർ ദിവസങ്ങളിലുള്ള സമ്പൂർണ്ണ നിയന്ത്രണങ്ങളും തുടരും. സംസ്ഥാനത്ത് രോഗസ്ഥിരീകരണ നിരക്ക് 30-ന് മുകളിലുള്ളത് 16 പ്രദേശങ്ങളിലാണ്. ഇന്നലെ 7499 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 13596 പേർ രോഗമുക്തി നേടി. രോഗസ്ഥിരീകരണ നിരക്ക് 9.63 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 94 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് സൗജന്യ സാർവത്രിക കുത്തിവയ്പ് ആരംഭിച്ച ഇന്നലെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചത് 86 ലക്ഷത്തിലേറെ പേർ. 86,16,373 ഡോസ് കുത്തിവയ്പ്പാണ് ഇന്നലെ നൽകിയത്. റെക്കോർഡ് രോഗമുക്തി നിരക്ക് 96.36% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 78,000-ലേറെ പേരാണ് രോഗമുക്തി നേടിയത്. പുതുതായി 53,256 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം സംഭവത്തിലാണ് അന്വേഷണം. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. തെളിവുകൾ ശേഖരിക്കുന്നതിനും മൊഴികൾ രേഖപ്പെടുത്താനുമുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരൺ സ്ത്രീധനത്തെ ചൊല്ലി വിസ്മയെ ദീർഘനാളായി ഉപദ്രവിച്ചിരുന്നതിന്റെ തെളിവുകളും മൊഴികളും പോലീസിന് ലഭിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ വിസ്മയയുടെ വീട്ടിലെത്തി തെളിവ് ശേഖരിച്ചു. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതായി ഷാഹിദ കമാൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക. ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 സംസ്ഥാന ആരോഗ്യ. ഇനി ഈ റേഡിയോയിൽ ഒരു ലോങ് എക്സ്റ്റേണൽ ആന്റിന കണക്ട് ചെയ്ത് നോക്കാം. മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയ ക്രിസ്റ്റൽ റേഡിയോയിൽ ഉപയോഗിച്ച ആന്റിനയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഈ ആന്റിനയുടെ ഈ അറ്റം കുറച്ച് ചുറ്റുകളായി വെച്ച് ഈ മീഡിയം വേവ് ആന്റിന കോയിൽ കടത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഇൻഡക്റ്റീവ് കപ്ലിംഗ് എന്നാണ് പറയുക. ചൈന, കൊറിയ, റഷ്യ, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മീഡിയം വേവ് സ്റ്റേഷനുകളാണ് ഒരു ലോങ് വയർ എക്സ്റ്റേണൽ ആന്റിന കൊടുക്കുമ്പോൾ നമുക്ക് ഈ റേഡിയോ വഴി കേൾക്കാൻ സാധിക്കുന്നത്. Technology transfer in South Africa. Consortium involves company called as developing countries are still struggling to access vaccines. They also stress that it's from a proposal by South Africa and in doses with the rest of the world. The White House says the U.S. will donate 31 million of those doses to the COVAX facility. From the donation, Asia will get 16 million doses, Latin America and the Caribbean 14 million doses, and Africa 10 million doses. The remaining 14 million doses will be given directly to countries and regions, including Afghanistan, Iraq, West Bank, and Gaza. The Biden administration is expected to fall short of its initial commitment to send 80 million doses overseas by the end of this month.
It announced the first batch of 25 million doses earlier this month, but officials say logistical challenges have caused delays in shipments. Organizers of the Tokyo Olympic Games have agreed to cap the number of spectators at 10,000 or half capacity, depending on the size of the venue. Japanese Prime Minister Yoshihide says he'll not hit spectators if a resurgence of COVID-19 prompts a state of emergency during the Olympic Games. Phoebe Amoroso takes a look at what organizers are doing to guarantee safety. First of all, the number of officials coming in. ഇന്നത്തെ ഈ റേഡിയോ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിരിക്കുക. ഇറ്റ്സ് മീ ജോമൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.